നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടർബോ ജോസിന്റെ ആ വിളയാട്ടം മൂന്നാം വാരത്തിലേക്കും ഗംഭീരമായിട്ട് കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 85 കോടിയിലേക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഗംഭീര റിപ്പോർട്ട് തന്നെയാണ്. ഈ മൂന്നാം ആഴ്ച, അതായത് ഈ വീക്കെൻഡിലൊക്കെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ കിട്ടും. ശനി ഞായർ കളക്ഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ളൊരു കളക്ഷൻ റിപ്പോർട്ട് തന്നെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കളക്ഷൻ ട്രാക്കേഴ്സ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, മധുരരാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വൈശാഖ് മോൺസ്റ്റർ എന്ന സിനിമ എടുത്ത് അദ്ദേഹം തകർന്നു നിൽക്കുന്ന സമയത്താണ് മമ്മൂട്ടി കമ്പനി വീണ്ടും വൈശാഖിനെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ വൈശാഖ് പറഞ്ഞത്, കാരണം മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നതും മമ്മൂക്കായിലൂടെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തും വീണ്ടും കൈപിടിച്ച് മമ്മൂട്ടി തന്നെയാണ് വൈശാഖിനെ കൊണ്ടുവന്നത്. മിഥുൻ മാനുവലിൻ്റെ തിരക്കഥയിൽ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത് മമ്മൂക്ക അഭിനയിച്ച തകർപ്പൻ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാന്ന് പറയും. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി സിനിമയെ കുറിച്ചിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ചില ഊളകൾ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആ ഊളകൾക്കൊക്കെയുള്ള 8ന്റെ പണിയാണ് മമ്മൂട്ടി കമ്പനിയുടെ ടർബോ എന്ന സിനിമ, രണ്ടാമത്തെ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു. മലയാള സിനിമ ആസ്വാദകരെ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം 28 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട നരസിംഹ മന്നാടിയർ വീണ്ടും അണിയറയിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ ഏകദേശം ചർച്ചകളൊക്കെ പൂർത്തിയായി. സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയിൽ അവർ ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ധ്രുവം, ആ സിനിമ ഉടൻ ഉണ്ടാകും, അത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നതൊക്കെ പറഞ്ഞു. അപ്പം നരസിംഹ മന്നാടിയാറും ജോസ് നരിമാനും ഒന്നിക്കുമ്പോഴത്തേക്ക് തിയേറ്റർ പൊളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ടർബോ ആയിരിക്കില്ല, ടർബോയുടെ മേളിൽ തന്നെ ആയിരിക്കും. കാരണം നരസിംഹ മന്നാടിയറായിട്ട് ഒരിക്കൽ കൂടി മമ്മൂക്കായ സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ഓരോ മമ്മൂട്ടി ആരാധകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമ്മൂക്കായ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെ അപ്പുറം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടേതായിട്ട് ഇനി തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഇനി സംവിധാനം ചെയ്തിട്ട ബസൂക്കയാണ്. ബസൂക്ക ഒരു പക്ഷേ ചിലപ്പോൾ ഓണത്തിന് റിലീസ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബസൂക്ക ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ടാണ് വരുന്നത്. ഈ 2021 തൊട്ട് മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഓരോ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിലുള്ള സിനിമ, വ്യത്യസ്ത ഗെറ്റപ്പുകളിലുള്ള സിനിമ. അപ്പോൾ എന്താണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ മമ്മൂക്കായ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. കാരണം പുള്ളി നമുക്ക് എന്താണോ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിലൊക്കെ അപ്പുറം തരുന്ന ഒരു അത്ഭുത പ്രതിഭ അല്ലെങ്കിൽ ഒരു ഇതിഹാസം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയെ കുറിച്ചിട്ട് ആരെന്തൊക്കെ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും ഇവിടുത്തെ മലയാളികൾ ചെവിക്കൊള്ളില്ല. അത് പറയുന്നവനെ മലയാളികൾ ഏറി കയറ്റുമെന്ന് മാത്രമേ പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഗംഭീരമായിട്ടുള്ളൊരു വിജയം. 100 കോടിയിലേക്ക് സിനിമ അടുക്കുന്നു. മൂന്നാം ആഴ്ചയും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നിലനിർത്തി തന്നെയാണ് സിനിമ പോകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമേ ഏതാണ്ട് ഇപ്പം 40 കോടിക്ക് മുകളിൽ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് GCC കൺട്രിയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്നെയാണ്. എന്തായാലും ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഓടുന്ന സിനിമകൾ വീണ്ടും 3 ആഴ്ചയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് നേടുന്ന ഒരു സിനിമയും ടർബോ എന്ന ആ ഒരു സിനിമ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഷോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ, ഏതാണ്ട് 16.5 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ സിനിമ സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്ന് മാത്രം 6.5 കോടി രൂപയും സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പം മമ്മൂട്ടി ഈ അടുത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമകളുടെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഒരു തേരോട്ടം എന്ന് പറയാം നമുക്ക്. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് 2-3 ദിവസം കുറച്ച് മഴയും കാര്യങ്ങളും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് കളക്ഷനിൽ അത്രത്തോളം ബാധിച്ചില്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സിനിമ റിലീസ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു കളക്ഷൻ സിനിമയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് അടുത്ത മമ്മൂക്കായുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒരുപാട് പുതിയ അപ്ഡേഷനുകളും മമ്മൂട്ടി കമ്പനിയുടെ ഒരുപാട് അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട്. വരുന്നതിനനുസരിച്ച് നമ്മളും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കും. ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച.